വെൽക്കം ടു സഫയർ ഫ്യൂച്ചർ അക്കാഡമി ബോർഡ് ബൂസ്റ്റർ സീരീസ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി നോക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു സിസ്റ്റം ഓഫ് പോയിന്റ് ചാർജസ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ദിവസം പഠിച്ചു. പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു Q1 ചാർജ്, Q2, Q3 അങ്ങനെ എക്സെട്ര Qn വരെ ഇത്രയും പോയിന്റ് ചാർജസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നമുക്ക് P എന്നുള്ളൊരു ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. വി വാണ്ട് ടു ഫൈൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P എന്നുള്ള പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കാണണം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് R1 എടുത്തു. ഒരു പോയിന്റ് ചാർജിൻ്റെ കേസിൽ പൊട്ടൻഷ്യലിൻ്റെ ഫോമിൽ എന്തായിരുന്നു? 1/4πε0 Q/R എന്നായിരുന്നു. പിന്നെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവായിട്ടും എടുക്കണം. അതിൻ്റെ കാരണമൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ R1, ഈ ഡിസ്റ്റൻസ് R2, ഇവിടെ R3, ഡിസ്റ്റൻസ് RN വിചാരിച്ചുള്ളൂ. സോ ഇവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തായിരുന്നു? ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ 1 കൂളമ്പിന് ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്കായിരുന്നു ഈ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലേ. ഓക്കെ, ഇതൊക്കെ പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ ഈ പോസിറ്റീവ് ചാർജുകളൊക്കെ അതിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷന് എതിരായിട്ട് വർക്ക് ചെയ്യണം. അങ്ങനെ വർക്ക് ചെയ്താലേ അത് ഇവിടെ എത്തും. അങ്ങനെയുള്ള വർക്കിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് നമ്മൾ ഒരു പോയിന്റ് ചാർജിന്റെ കേസിൽ ഇക്വേഷൻ പഠിച്ചു. 1/4πε0 Q/R ആണ്. അങ്ങനെ കുറേ ചാർജ് വരുമ്പോൾ എല്ലാം തമ്മിൽ ആഡ് ചെയ്യണം. പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നേരിട്ട് അങ്ങനെ എല്ലാം തമ്മിൽ സം എടുത്താൽ മതി. ഓക്കെ, സോ അവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P, ആ പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടോട്ടൽ കാണണമെങ്കിൽ ഒന്നിൻ്റെത് V1, മറ്റേത് V2, V3 അങ്ങനെ എക്സെട്ര Vn വരെ ഉണ്ടാവും. ഓക്കെ, സോ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ബിക്കം Q1ൻ്റെ കേസിൽ 1/4πε0 Q1/R1, ഇതിൻ്റെ കേസിൽ 1/4πε0 Q2/R2. സോ എല്ലാത്തിലും കോമൺ ആയിട്ട് 1/4πε0 ഉണ്ടാവും. സോ 1/4πε0 വി ക്യാൻ ടേക്ക് ഔട്ട് സൈഡ്. ഇതിൻ്റെ കേസിൽ Q1/R1 വരും, ഇതിൻ്റെ കേസിൽ Q2/R2 വരും. സോ Q1/R1 പ്ലസ് Q2/R2 പ്ലസ് Q3/R3 പ്ലസ് എക്സെട്ര പ്ലസ് Qn/Rn വരും. 1/4πε0 എല്ലാത്തിലും കോമൺ ആണ്. സോ ടേക്ക് ഔട്ട് സൈഡ്. ഓക്കെ, സോ ഇങ്ങനെ വരും. ഓക്കെ, ഇതായിരിക്കും ആ P എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇത്രയായിരിക്കും. ഓക്കെ, ഇതിൽ ഓക്കെ നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഇങ്ങനൊരു കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ പറ്റി പഠിച്ചു. ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ നമ്മളൊരു ഇതൊരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് സ്ക്വയറിൻ്റെ എല്ലാ സൈഡും സെയിം ആണ്. ഒരു സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് ജസ്റ്റ് 4 പോയിന്റ് ചാർജുകൾ വെച്ചു. ഓക്കെ, ഇപ്പോൾ ഈ സ്ക്വയർ എല്ലാം ഈക്വൽ മാഗ്നിറ്റ്യൂഡ്, എല്ലാം പോസിറ്റീവ് ചാർജാന്ന് വിചാരിച്ചു. ഓൾ ആർ പോസിറ്റീവ് ചാർജസ്. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുകയാണെന്ന് വിചാരിച്ചു. ഇലക്ട്രിക് ഫീൽഡാണ്, ഫീൽഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫീൽഡ് ആകുമ്പോൾ ഡയറക്ഷൻ നോക്കണം അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫീൽഡ് എവേ ആയിരിക്കും. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ അതിൻ്റെ ഫീൽഡ് എവേ ആണല്ലോ. ഇതിൻ്റെ ഫീൽഡ് ഇങ്ങോട്ട് വരും, ഈ ചാർജിൻ്റെ ഫീൽഡ് ഇങ്ങോട്ട് വരും. ഇതും പോസിറ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ ഫീൽഡ് അങ്ങോട്ട് പോകും, എവേ ആയിട്ട് പോകും. ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ഡിസ്റ്റൻസ് എല്ലാം സെയിം ആയതുകൊണ്ട് ചാർജ് എല്ലാം സെയിം ആണല്ലോ. അതുകൊണ്ട് ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ ഇതുവരെ തമ്മിൽ ഇലക്ട്രിക് ഫീൽഡ് തമ്മിൽ ക്യാൻസൽ ആവും. അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടേക്ക് വരും, അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടും വരും. അത് രണ്ടും ക്യാൻസൽ ആവും.
അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഫീൽഡ് 0 ആണ്. പക്ഷേ ഇതിൻ്റെ സെൻറ്ററിൽ പൊട്ടൻഷ്യൽ കാണുകയാണെങ്കിലോ, പൊട്ടൻഷ്യൽ സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സോ എല്ലാം തമ്മിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ തന്നെ ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ തന്നെയായിരിക്കും ഇത് കാരണം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. കാരണം ചാർജ് സെയിം ആണ്, ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്. ഒരു സ്ക്വയർ, അപ്പോൾ ഫീൽഡ് ഇവിടെ സെൻറ്ററിൽ 0 ആണ്. പക്ഷേ പൊട്ടൻഷ്യൽ ചെയ്യുകയാണെങ്കിൽ സെൻറ്ററിലുള്ള പൊട്ടൻഷ്യൽ എങ്ങനെ? സ്ക്വയറിൻ്റെ എല്ലാ സൈഡും 6 ആണെങ്കിൽ ഡയഗണൽ √2r വരിക. √2r പകുതി വരും. ഇത് ഡയഗണലിൻ്റെ പകുതി, √2r പകുതി, √2r/2. അപ്പോൾ അത് r/√2 ആണ് വരിക, കോർണർ മുതൽ സെൻറ്റർ വരെ. അപ്പോൾ ഇതിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ 1/4πε0 Q/r, ആറിന് വരെ ഇത് r/√2 വരും. അതേപോലെ ഇതിൻ്റെ കേസിലും വരും, അതേപോലെ ഇതിൻ്റെ കേസിലെല്ലാം വരും. അപ്പോൾ ഇങ്ങനത്തെ എത്ര എണ്ണം? 4 എണ്ണം. പൊട്ടൻഷ്യൽ സ്കേലാറാണ്, അതുകൊണ്ടെല്ലാം നേരിട്ട് ആഡ് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ടോട്ടൽ കാണാൻ വരുമ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ പ്ലസ് ഇതിൻ്റെത് ഫീൽഡ് 0 ആകാൻ കാരണം അത് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ ഡയറക്ഷനിൽ നോക്കുമ്പോൾ എല്ലാം ക്യാൻസൽ ആയിപ്പോയി. പക്ഷേ പൊട്ടൻഷ്യൽ കാണുമ്പോൾ ഇത് കാരണം സെൻട്രൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? ഒന്നിൻ്റെ കേസിൽ 1/4πε0 Q/ ഡിസ്റ്റൻസ് r/√2 ആണ്, r/√2 ആണ്. ഇതിൻ്റെ ഇങ്ങനത്തെ എത്ര എണ്ണം വരും? 4 എണ്ണം വരും. അപ്പോൾ × 4 എടുത്തായി. ഇതായിരിക്കും ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് സെൻറ്റർ. ഓക്കെ, റെഡി. പക്ഷേ സെൻറ്ററിൽ ഫീൽഡ് 0 ആയിരിക്കും. അപ്പോൾ ഫീൽഡ് 0 ആയാലും എന്തുണ്ടാവാം? പൊട്ടൻഷ്യൽ ഉണ്ടാവാം. ഓക്കെ, യെസ്. നെക്സ്റ്റ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ ആണ്. എന്തായിരുന്നു ഇലക്ട്രിക് ഡൈപോൾ? ഡൈപോൾ എന്ന് വെച്ചാൽ -q + q, -q + q സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. ഇവരുടെ ഇടയ്ക്കുള്ള ഒരു സ്മോൾ ഡിസ്റ്റൻസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്തതിന് ഇതിനെയാണ് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ഡൈപോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് വിചാരിക്കുക. നമ്മൾ കാണാൻ പോകുന്നത് ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കാണാൻ പോകുന്നത്. ആ പോയിന്റിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് ഒരു O ആയിക്കോട്ടെ. ഓയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് കാണാൻ പോകുന്നത്. ഓക്കെ, -q നിന്ന് +q ഡൈപോൾ മൊമെന്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ -q to +q ആണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് q × 2a ആയിരുന്നു ഡൈപോൾ മൊമെന്റ്. ഇവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഡൈപോളിന്റെ സെന്റർ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ 6 എന്നെടുത്തു. സെന്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആണ്, ഡൈപോളിന്റെ സെന്റർ മുതലുള്ള ഡിസ്റ്റൻസ് ആണ് 6. ഈ സെന്റർ വേണമെങ്കിൽ ഒരു ഒറിജിൻ പോലെ വിചാരിച്ചോളൂ. അപ്പോൾ ഇതൊരു പൊസിഷൻ വെക്ടർ ആയിട്ടൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, വെക്ടർ എടുക്കുകയാണെങ്കിൽ. ഓക്കെ, അതും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിൾ നമ്മൾ θ ആയിട്ട് എടുത്തു. ഓക്കെ, സോ നമ്മളിവിടെയുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആണ് കാണാൻ പോകുന്നത്. -q കേസിൽ -q മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ r1 എന്ന് വിളിച്ചു, r1. അപ്പോൾ -q കേസിൽ -q കാരണം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q/r എന്നല്ലേ ഫോർമുല. പൊട്ടൻഷ്യൽ ഇതിപ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ -q ആണ്, -1/4πε0 Q/r1 വരും. അതായിരിക്കും ഇത് കാരണം അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. +q കേസിൽ പോസിറ്റീവ് തന്നെ, ഡിസ്റ്റൻസ് ഞാൻ r2 എടുത്തു. പൊട്ടൻഷ്യൽ കാണുമ്പോൾ ഇവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ -q വരും, +q വരും. ഓക്കെ, +q കേസിൽ അപ്പോൾ അവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 +q കേസിൽ q ഡിസ്റ്റൻസ് r2 ആണ്, q/r2 വരും. പ്ലസ് -q കേസിൽ ഡിസ്റ്റൻസ് r1 ആണ്, പിന്നെ മൈനസ് എടുക്കണം, -1/4πε0 Q/r1 വരും. സോ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് O, അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1/4πε0 Q × 1/r2 - 1/r1 വരും. ടേക്ക് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1.
ഇതാണ് അവിടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇതാണ് ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇവിടെയുള്ള. എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? 1 കൂളമ്പിനെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഇൻഫിനിറ്റി മുതൽ ഇവിടെ വരെ എത്തിക്കാനുള്ള വർക്ക് അത്. അതാണ് അവിടെയുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ. പ്ലസ് ക്യൂ ആണെങ്കിൽ എന്ത് ചെയ്യും? പ്ലസ് ക്യൂ 1 കൂളമ്പിനെ റിപ്പൽ ചെയ്യും. റിപ്പൽഷനെതിരെ വർക്ക് ചെയ്യണം. അതാണ് ഒരു വർക്ക്. മൈനസ് ക്യൂ എന്ത് ചെയ്യും? മൈനസ് ക്യൂ 1 കൂളമ്പിനെ മൈനസ് ക്യൂ അതിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ മൈനസ് ക്യൂ ഈ ചാർജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി R1നെയും R2നെയും റീപ്ലേസ് ചെയ്യാൻ പോവാണ്. R1നെയും R2നെയും മാറ്റാൻ പോവാണ്. ഡൈപോളിന്റെ കേസിൽ ഡൈപോളിന്റെ ഡിസ്റ്റൻസ് സാധാരണ അളക്കുക സെന്റർ മുതലാണ് അല്ലേ? ഡൈപോളിന്റെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് സെന്റർ മുതലല്ലേ അളക്കുക. അപ്പോൾ നമ്മൾ R1നെയും R2നെയും മാറ്റിയിട്ട് ഇക്വേഷനിൽ കംപ്ലീറ്റ് R കൊണ്ടുവരാൻ നോക്കുകയാണ്. R1നെയും R2നെയും റീപ്ലേസ് ചെയ്തിട്ട് Rനെ കൊണ്ടുവരാൻ നോക്കുകയാണ്. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. വി ആർ ഗോയിങ് ടു റീപ്ലേസ് R1 ആൻഡ് R2 ഇൻ ടേംസ് ഓഫ് R. ഓക്കെ, അതാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അതിനുവേണ്ടി ഈ പോയിന്റിന്റെ സെൻട്രൽ പോയിന്റ് വേണമെങ്കിൽ ഞാൻ P എന്നങ്ങാൻ വിളിച്ചു. P ഡൈപോൾ പോയിന്റ് ഉണ്ട് അല്ലേ? ഈ സെൻട്രൽ പോയിന്റ് ഒരു A എന്ന് വിളിച്ചു. സോ OA ആണ് നമ്മുടെ R. ഈ R അല്ലേ? ഈ ലൈന് ഈ ലൈനൊന്ന് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 90. ഈ പോയിന്റ് ഒരു B അങ്ങ് കൊടുത്തു. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ ഡെഫിനിഷൻ പ്രകാരം പ്ലസ് ക്യൂ മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് ആണ്. ഇത് രണ്ടും വളരെ അടുത്താണ്, അത്രയും ക്ലോസ് ആണ്. ഡൈപോൾ എന്ന് പറയുമ്പോൾ പ്ലസ് ക്യൂ മൈനസ് ക്യൂ ദേ ആർ സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് നമ്മളൊരു C എന്നെങ്ങാൻ എടുത്താൽ, അങ്ങനെയാണെങ്കിൽ OCയും O മുതൽ C വരെ എന്ന് വെച്ചാൽ R1, OCയും OBയും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. കട്ട് ഈക്വൽ എന്നല്ല, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഡൈപോൾ അത്രയും ടു ഷോർട്ട് ആയതുകൊണ്ട് OC അപ്രോക്സിമേറ്റ്ലി ഈക്വൽ OB ആയിരിക്കും. OC അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു OB ആയിരിക്കും. OC എന്ന് വെച്ചാൽ R1 ആണ്. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ OB എന്ന് പറയുമ്പോൾ OA പ്ലസ് AB ആണ്. OA പ്ലസ് AB ആണ്. ഇതിൽ OA എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെ OA. ഈ OA ആയിരുന്നു R. സോ R1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു OA എന്ന് വെച്ചാൽ R ആണ്. R പ്ലസ് AB ആണ്. ഇനി ഇവിടെ AB നെ എങ്ങനെ കാണാം? ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട് ദിസ് ആംഗിൾ ഓൾസോ തീറ്റ. ഈ ആംഗിൾ 90ന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടന്യൂസ്. ഇതിന്റെ ഡൈപോളിന്റെ ലെങ്ത് 2A ആണ്. സോ 2A പകുതിയാണ് ഇത് വരിക. അപ്പൊ ഇത് A വരും. അപ്പൊ ഈ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ഥാനത്ത് A വരുന്നത്. ഓക്കെ, നമുക്കിവിടെ AB ആണ് വേണ്ടത്. ഓക്കെ, സോ ഇതിൽ നിന്ന് കോസ് തീറ്റ കണ്ടുപിടിച്ചാൽ കോസ് തീറ്റ ഇവിടുന്ന് കോസ് തീറ്റ കാണുമ്പോൾ ഇത് AB വരും. AB ബൈ ഹൈപ്പോട്ടന്യൂസ് A ആണ്. ടോട്ടൽ ലെങ്ത് 2A ആണ്, അതിന്റെ പകുതിയാണ് ഇത് വരും A. സോ കോസ് തീറ്റ AB ബൈ A വരും. AB ഡിവൈഡ് ബൈ A വരും. ഈ ഡിസ്റ്റൻസ് A ആയിരിക്കും. സോ AB ഈക്വൽ ടു A കോസ് തീറ്റ വരും. AB ഈക്വൽ ടു A കോസ് തീറ്റ. ദർഫോർ R1 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R പ്ലസ് AB. സോ AB ഈസ് A കോസ് തീറ്റ. അതുകൊണ്ട് നമുക്ക് R1 കിട്ടി. സോ R1 മാറിയിട്ട് R1ന്റെ സ്ഥാനത്ത് R വന്നു. A എന്ന് പറയുന്നത് ഡൈപോളിന്റെ ടോട്ടൽ ലെങ്ത് 2A ആണ്, അതിന്റെ പകുതിയാണ് A. ഓക്കെ, സോ R1നെ റീപ്ലേസ് ചെയ്തിട്ട് ഇൻ ടേംസ് ഓഫ് R മാറ്റി. സോ R1ന് പകരം നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇനി R2നെ എങ്ങനെ മാറ്റും? R2നെ മാറ്റാൻ R2 ആണല്ലോ ഇതിൽ ഏറ്റവും ചെറുത്. R1 ഏറ്റവും വലുത്, പിന്നെ R, പിന്നെ R2. അപ്പൊ R2നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി R2ൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു പെർപെൻഡിക്കുലർ വരച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഈ പോയിന്റ് ഒരു D എന്നങ്ങാൻ എടുത്തു. ഈ ആംഗിൾ 90. അങ്ങനെയാണ്. ഇതാണല്ലോ OE എന്നെടുത്തോ. OEയും OD അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും.
ഒ ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഒ ഡി ആയിരിക്കും. ഇതാ ഈ ഒ ഇയും ഒ ഡിയും ഏകദേശം ഈക്വൽ ആയിരിക്കും. ഇനി ഒ ഡി എന്ന് പറയുന്നത് എങ്ങനെ പറയാം? ഒ ഇ ഈക്വൽ ടു ഒ ഡി. നമുക്ക് സെൻറ്റർ മുതലുള്ള ഡിസ്റ്റൻസ് അല്ലേ കൊണ്ടുവരേണ്ടത്, സെൻറ്റർ മുതലല്ലേ ആറ് വരുന്നത്. അപ്പോൾ ഒ ഡിനെ നമുക്ക് എങ്ങനെ മാറ്റാം? ഒ മുതൽ ഡി വരെ എന്നുള്ളത് ഒ മുതൽ എ വരെ എടുക്കുക, ഒ എ എടുക്കുക, മൈനസ് ഒ എയിൽ നിന്ന് ഒ എ എന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ സെൻറ്റർ മുതൽ ഡിസ്റ്റൻസ് ആണ്, അത് ആറാണെന്ന് നമുക്കറിയാം. ഒ എ മൈനസ് എ ഡി എടുത്താൽ മതി. ഓക്കെ, ഒ എ മൈനസ് എ ഡി എടുത്താൽ ഈ ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, ഒ ഡി. ഒ എ മൈനസ് എ ഡി. ഒ ഇ ഈക്വൽ ഒ എ എന്ന് വെച്ചാൽ ഈ സെൻറ്റർ മുതൽ ഇവിടെ വരെയുള്ള ദൂരമാണ് ഒ എ, അത് ആറാണ്. മൈനസ് എ ഡി ആയി, സോറി എ ഡി. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ എ ഡി കാണാം. ഈ എ ഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഈ ആംഗിൾ തീറ്റയാണല്ലോ, ഈ ആംഗിളാണ് 90. 90ൻ്റെ ഓപ്പോസിറ്റ് ഇതാണ് ഹൈപ്പോട്ടന്യൂസ് വരിക. ഈ ഹൈപ്പോട്ടന്യൂസ് ഈ സൈഡ് എ ആയിരിക്കും അല്ലേ, ടോട്ടൽ 2a ആണല്ലോ, അപ്പോൾ ഇത് എ വരും. എഗെയിൻ കോസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ എന്താ വരിക? ഈ ട്രയാങ്കിളിൽ നിന്ന് കോസ് തീറ്റ കണ്ടാൽ അഡ്ജസൻറ്റ് സൈഡ് എ ഡി ആണ്, എ ഡി ബൈ ഹൈപ്പോട്ടന്യൂസ് എ ആണ്. സോ എ ഡി ബൈ എ വരും. സോ എ ഡി ഈക്വൽ ടു എ കോസ് തീറ്റ വരും. എ ഡി ഈക്വൽ ടു എ കോസ് തീറ്റ അവിടെ കൊടുത്താൽ ഒ ഇ ഈക്വൽ ടു ആർ മൈനസ് എ ഡി. എ ഡി എന്ന് വെച്ചാൽ എ കോസ് തീറ്റയാണ്. സോ ആർ വൺ ഈക്വൽ ടു ആർ പ്ലസ് എ കോസ് തീറ്റ. ഒ ഇ, ഈ ഒ ഇ എന്ന് പറയുന്നത് ആർ ടു ആണ്, ആർ ടു. സോ ആർ ടു ഈക്വൽ ടു ആർ മൈനസ് എ കോസ് തീറ്റ, ആർ വൺ ഈക്വൽ ടു ആർ പ്ലസ് എ കോസ് തീറ്റ. ഇത് രണ്ടും നമ്മുടെ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു 1/R2. R2 എന്താണ്? ആർ മൈനസ് എ കോസ് തീറ്റയാണ്, മൈനസ് 1/R1. R1 എന്ന് വെച്ചാൽ ആർ പ്ലസ് എ കോസ് തീറ്റയാണ്. സോ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു ഇതിങ്ങോട്ടേക്ക് എടുത്താൽ ആർ പ്ലസ് എ കോസ് തീറ്റ മൈനസ് അല്ലെ ആർ മൈനസ് എ കോസ് തീറ്റ, ഡിനോമിനേറ്ററിൽ ആർ പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് വെച്ചാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു ആർ മൈനസ് എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ വരും. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വെച്ച് ചെയ്തു. സോ ഇവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആർ ആവും, മൈനസ് ആറും ആറും പോയി, ഇത് മൈനസ് മൈനസ് പ്ലസ് ആവും. സോ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ ആവും, അപ്പോൾ 2a കോസ് തീറ്റ ആവും ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, Q ഇൻറ്റു 2a ഡൈപ്പോളിൻ്റെ കേസിൽ Q ഇൻറ്റു 2a എന്ന് വെച്ചാൽ അതിൻ്റെ പേരായിരുന്നു ഇലക്ട്രിക് ഡൈപ്പോൾ മൂവ്മെൻറ്റ്, പി കൊണ്ട് ഡിനോട്ട് അല്ലേ. Q ഇൻറ്റു 2a എന്ന് വെച്ചാൽ പി ആയിരുന്നു, ഡൈപ്പോൾ മൂവ്മെൻ്റ് ആയിരുന്നു. സോ ഇതിന് പകരം പി വരും. സോ പൊട്ടൻഷ്യൽ ഈക്വൽ ടു 1/4πε0 Q ഇൻറ്റു 2a പി ഡൈപ്പോൾ മൂവ്മെൻറ്റ്, പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നാവും. ഇതാണ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപ്പോൾ. ഡൈപ്പോളിൻ്റെ പൊട്ടൻഷ്യലിൻ്റെ ഫോമുല, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ആർ എന്ന് വെച്ചാൽ ഈ സെൻറ്റർ മുതൽ അളക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ ആറ്. സപ്പോസ് ഈ പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിൽ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ അല്ലേ നമ്മൾ കണ്ടത്, ഈ പോയിന്റ് കുറച്ചുകൂടി അങ്ങോട്ടാണെങ്കിൽ ഇവിടെ മുതൽ അവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ആറ്. അപ്പോൾ ആറ് വളരെ കൂടുതൽ ഈ ഡൈപ്പോളിൻ്റെ പകുതി ലെങ്ത് അല്ലേ, ഡൈപ്പോൾ വളരെ ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് വളരെ കുറവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പകുതി ഹാഫ് ഡിസ്റ്റൻസ് ആണ് എ എന്ന് പറഞ്ഞത്. അപ്പോൾ ആറ് വളരെ കൂടുതലും എ വളരെ കുറവാണെങ്കിൽ എ ഉള്ള ഈ ടേമിനെ നമുക്ക് ഒഴിവാക്കാം, ഈ ടേം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണ് എൻ്റെ ടേമിന് എ വളരെ ലെറ്റ് ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ, ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ ദിസ് ടേം ക്യാൻ ബി റിമൂവ്ഡ്. സോ പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ വരും, 1/4πε0 പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ വരും. അറ്റ് ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ലാർജ് ഡിസ്റ്റൻസ് പറയുമ്പോൾ ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ
ഈ ടേമിനെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഈ ടേമിനെ വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഇനി ഇത് നമ്മൾ ഈ ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലേക്ക് വരികയാണെങ്കിലോ ഈ ആംഗിൾ അല്ലേ തീറ്റ. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഡൈപോളിന്റെ നേരെ വരക്കുന്ന ലൈനല്ലേ ആക്സിയൽ ലൈൻ. ഓക്കെ, അപ്പോൾ ലാർജ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ആർ വെരി വെരി ഗ്രേറ്റർ ദാൻ എ ആണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായി 1/4πε0 p cos θ by r square ആയി. ദിസ് ടേം ക്യാൻ ബി നെഗ്ലക്ട്, എ അടങ്ങിയ ടേമിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ ഡൈപോളിന്റെ നേരെ വരക്കുന്ന ഇങ്ങനെ വരക്കുന്ന ലൈനാണല്ലോ അതിന്റെ ആക്സിയൽ ലൈൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ പോയിന്റ് മാറി ഈ പോയിന്റ് വന്നു. അപ്പോൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ ഇതാണ് തീറ്റ വരിക. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഈ തീറ്റ എന്നുള്ള ആംഗിൾ ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. അങ്ങനെ തീറ്റ കുറഞ്ഞ് നമ്മൾ ആക്സിയൽ ലൈനിലെത്തുമ്പോൾ ഈ തീറ്റ എന്നുള്ള ആംഗിൾ ഡിക്രീസ് ചെയ്ത് 0 ആവും. അപ്പോൾ ആക്സിയൽ ലൈനിൽ തീറ്റ 0 എടുക്കാം. അപ്പോൾ അറ്റ് ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ ആക്സിയൽ ലൈൻ തീറ്റ 0 എടുക്കാം. തീറ്റ 0 എടുക്കാം. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഓൺ ആക്സിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ എന്ത് വരും? ആക്സിയൽ ലൈനിൽ തീറ്റ 0. സോ ഇവിടെ കോസ് തീറ്റ 0 ആണ്. ഓക്കെ, സോ കോസ് 0 1. സോ 1/4πε0 കോസ് 0 1 ആയി. അപ്പോൾ അതുകൊണ്ട് പി എ ഉണ്ടാവും. അപ്പോൾ p/r² വരും. അത് ലാർജ് ഡിസ്റ്റൻസിലാണ്. ഇനി അതല്ല ഇതിൽ ചെയ്യുകയാണ് ജനറൽ ഇക്വേഷനിൽ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കോസ് 0 1 വരും, ഇവിടെയും കോസ് 0 1 വരും. അപ്പോൾ ഇവിടെ കോസ് 0 1 ആയതുകൊണ്ട് ഇവിടെയും 1 വരിക, p/r² - a² വരും. ലാർജ് ഡിസ്റ്റൻസിലാണെങ്കിൽ എനെ നെഗ്ലക്ട് ചെയ്യുക. അങ്ങനെയാണ് ഇതിങ്ങനെയാകുന്നത്. ഓക്കെ, യെസ്, കോസ് 0 1. ഇനി അറ്റ് ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിലോ, അറ്റ് ഇക്വിറ്റോറിയൽ ലൈൻ ഓഫ് ഡൈപോൾ ആണെങ്കിലോ, ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലിൽ പെർപെൻഡിക്കുലർ ആയി വരക്കുന്ന ലൈനാണ് ഇക്വിറ്റോറിയൽ ലൈൻ. അപ്പോൾ ഈ ആംഗിൾ ആയിരുന്നു തീറ്റ അല്ലേ. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈൻ ഇങ്ങോട്ട് വരുന്നതോറും ഈ തീറ്റ എന്നുള്ള ആംഗിൾ ഇങ്ങനെ കൂടി വരും അല്ലേ. അപ്പോൾ ഇക്വിറ്റോറിയൽ ലൈൻ ആകുമ്പോൾ സെൻട്രൽ ലൈൻ ആകുമ്പോൾ തീറ്റ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് 90 ആവും. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആണെങ്കിൽ തീറ്റ 90 എടുക്കണം. ഓക്കെ, തീറ്റ 90 ആവും. അപ്പോൾ ഇവിടെ കോസ് 90 വരും. കോസ് 90 0 ആവും. അതാണ് ഇത് ടോട്ടലി 0 ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ ഇക്വിറ്റോറിയൽ ലൈനിൽ തീറ്റ 90 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഓൺ ഇക്വിറ്റോറിയൽ ലൈൻ ആണെങ്കിൽ ഇക്വിറ്റോറിയൽ ലൈനിൽ ഇവിടെ കോസ് 90 ആണ് വരിക. സോ ഇക്വിറ്റോറിയൽ ലൈനിൽ പൊട്ടൻഷ്യൽ എന്താവും? 0 ആവും. അപ്പോൾ ഡൈപോളിന്റെ ഇക്വിറ്റോറിയൽ ലൈൻ വരച്ചാൽ ഇക്വിറ്റോറിയൽ ലൈനിലെ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഡൈപോളിന്റെ പൊട്ടൻഷ്യലിന്റെ ജനറൽ ഫോർമുല എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, സോ നമ്മൾ ആ ജനറൽ ഫോർമുല കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ഒരു ഡൈപോൾ വെച്ചു, -q + q, ഡിസ്റ്റൻസ് 2a. ഇവിടുന്ന് അങ്ങോട്ട് മൈനസ് നിന്ന് പ്ലസിലേക്കാണ് ഡൈപോൾ മൂവ്മെന്റ്. ഇവിടെ ഏതോ ഒരു പോയിന്റിലുള്ള പൊട്ടൻഷ്യലാണ് കണ്ടത്. ഇതിന്റെ സെന്റർ മുതൽ അവിടെ വരെയുള്ള ഇത് ഞാൻ r എടുത്തു, ഈ ആംഗിൾ തീറ്റ എടുത്തു. ഈ പോയിന്റിലുള്ള പൊട്ടൻഷ്യലിന്റെ ജനറൽ ഫോർമുല എന്താ? ജനറൽ ഫോർമുല 1/4πε0 എന്താണ് ജനറൽ ഫോർമുല? p cos θ by r² - a² cos² θ എന്നാണ് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ. ഇങ്ങനെയാണ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ p cos θ അല്ലേ അവിടെ കിട്ടേണ്ടത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇതാണല്ലോ പൊസിഷൻ വെക്ടർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വെക്ടർ r, ഇത് ഒറിജിൻ ആയിട്ട് എടുത്താൽ ഇത് പൊസിഷൻ വെക്ടർ ആയിട്ട് എടുക്കുക. അതിന്റെ ഡയറക്ഷനിലുള്ള പൊസിഷൻ വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. അതിനെ ഞാൻ r ക്യാപ്പ് എന്ന് വിളിച്ചു. ആ ഡയറക്ഷനിൽ വരുന്ന യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയ ഒരു വെക്ടർ അതിന്റെ ഡയറക്ഷനിൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഫോർമുല തന്നെ ഇങ്ങനെ എഴുതാണെങ്കിൽ 1/4πε0 p cos θ ഞാൻ ഡൈപോൾ മൂവ്മെന്റ് എന്ന് വെച്ചാൽ വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. p cos θ വെക്ടർ p ഡോട്ട് r ക്യാപ്പ് എന്ന് എഴുതാം. p ഡോട്ട് r ക്യാപ്പ് ബൈ r² - a² cos² θ. അതെന്താ p ഡോട്ട് r ക്യാപ്പ്? നമുക്കിവിടെ കിട്ടേണ്ടത് p cos θ എന്നാണ്. p cos θ ആണെന്നാണ് കിട്ടേണ്ടത്. അപ്പൊ വെക്ടർ p ഡോട്ട് r ക്യാപ്പ് എന്ന് വെച്ചാൽ എന്താണ്? p ഡോട്ട് r ക്യാപ്പ് എന്ന് വെച്ചാൽ p r cos θ എന്നാണ് അല്ലെ. a ഡോട്ട് b വെക്ടർ a ഡോട്ട് വെക്ടർ b എന്ന് വെച്ചാൽ a b cos θ.
അപ്പോൾ പി ഡോട്ട് ആർ ക്യാപ്പ് എന്ന് പറയുമ്പോൾ പി ആർ കോസ് തീറ്റ. ഇതൊരു യൂണിറ്റ് വെക്ടറാണ്. യൂണിറ്റ് വെക്ടർ ആകുമ്പം യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. എന്നാൽ ഇത് 1 ആണ്. ഇത് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ ഇവിടെ വരിക, അത് 1 ആണ്. സോ പി ഇൻറ്റു 1 ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, കോസ് തീറ്റ വരും. സോ പി കോസ് തീറ്റ ആവും. സോ പി കോസ് തീറ്റ നമുക്ക് വെക്ടർ പി ഡോട്ട് ആർ ക്യാപ്പ് യൂണിറ്റ് വെക്ടർ ഇട്ട് കൊടുത്താൽ. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യലിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, യെസ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ. അതിൽ നമ്മൾ ആക്സിയൽ ലൈൻ പറഞ്ഞു, അറ്റ് എനി പോയിന്റ് പറഞ്ഞു, ഏതോ ഒരു പോയിന്റ് പറഞ്ഞു, അവിടെയുള്ള പൊട്ടൻഷ്യൽ പറഞ്ഞു, ആക്സിയൽ ലൈനിലുള്ള പൊട്ടൻഷ്യൽ പറഞ്ഞു, ഇക്വിറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ 0 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ പൊട്ടൻഷ്യലിന്റെ ഫോർമുലാസ് വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.